അപ്പൊ ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ താലപ്പൊലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2ാമത്തെ ദിവസം. അപ്പൊ ഞങ്ങൾ താലപ്പൊലി കാണാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം താലപ്പൊലി എന്തൊക്കെ ഉണ്ടാവുന്നൊക്കെ. അവിടെ പുതിയ വെറൈറ്റി റൈഡൊക്കെ വന്നിട്ടുണ്ട് ഈ തവണ. അപ്പൊ അതും ഞാൻ കാണിച്ചു തരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഗൈസ്. ഇത് നമ്മുടെ അമ്പലത്തിന്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ലക്ഷ്മി ജ്വല്ലറി, കൊടുങ്ങല്ലത്തെ ലക്ഷ്മി ജ്വല്ലറി റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് ലൈറ്റാണ് ഞാൻ നോക്കി പോയി. ഞങ്ങൾ അമ്പലത്തിന്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് കയറണത്. അപ്പോൾ അവിടെ ലൈറ്റൊക്കെ വെച്ചൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു സംഭവമായിരുന്നു ഈ തവണത്തെ മെയിൻ ഒരു അട്രാക്ഷനിൽ ഒരെണ്ണം. ഇനിയുമുണ്ട് കുറെ സംഭവങ്ങൾ, ഞാനത് പോണ വഴി കാണിച്ചു തരാം. പിന്നെ നോക്കി കുറച്ച് നിന്ന് പിന്നെ നമ്മുടെ സംഭവങ്ങളൊക്കെ ലൈറ്റ് കളിയുന്ന കണ്ണട തലയിൽ വെക്കുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കടകളുണ്ടായി ഗായ്സ്, കളിപ്പട്ടക്കടകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ദേ ഒരു ചേട്ടൻ നമുക്ക് നോക്കി ഹായ് തരുന്നു ഗൈസ്. അപ്പോൾ ദേ നമ്മൾ നടന്ന് ചെല്ലാൻ പോകുന്നത് ഇനി നമ്മുടെ താലപ്പൊലിക്കാവിലെ മെയിൻ സ്ഥലത്തേക്കാണ്. അപ്പോഴാണ് ഗൈസ് ഇവർ ഞങ്ങളുടെ കണ്ണിൽ തുടക്കിയത്. ഇവിടെ കുലിക്ക് സർവത്തിന്റെ കട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ കടകളുള്ളതുകൊണ്ട് തന്നെ എൻ്റെ കിളി പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ ജെയിൻ വീൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ മരണക്കിണറുണ്ടായിരുന്നു. പിന്നെ വേറൊരു സാധനമുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ പിള്ളേരൊക്കെ അവരവരുടേതായ എന്റർടൈൻമെന്റ് മുഴുകിയിരിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ അമ്പലത്തിന്റെ ഫ്രണ്ട് സൈഡ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കയറിയ നേരത്തെ ബാക്ക് സൈഡിൽ കൂടെ ആയിരുന്നു. ഫ്രണ്ട് സൈഡ് കാണിച്ചു തന്നിട്ടുണ്ടായില്ലല്ലോ നിങ്ങൾക്ക്. പിന്നെ കുറേ എന്താണ് അല്ലറ ചില കടകൾ കാര്യങ്ങളുണ്ടായി. പിന്നെ നമ്മുടെ തോണി ഉണ്ടായിരുന്നു ഗൈസ്. ഇതിൽ ഞാൻ കയറിയില്ല കേട്ടോ. ഞാൻ ആകെ വണ്ടർലയിൽ തോണിലാണ് കയറിയേക്കുന്നത്. അതിനേക്കാൾ ഇത്രയും കൂടി ടാസ്ക് പിടിച്ച തോണിയാണ് ഇത്. കാരണം ഇത് കുറച്ചും കൂടി പൊക്കത്തിൽ പോകും. അപ്പൊ ഞങ്ങൾ അവിടെ ആൾക്കാരൊക്കെ കരയണം നോക്കി കുറച്ചു നേരം നിന്ന്. പിന്നെ അവിടെ മറ്റേ അയ്യോ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. കിട്ടിപ്പോയി. ഇതാണ് നമ്മുടെ ഡാൻസിങ് കാർ. അതുണ്ടായിരുന്നു അവിടെ. വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസിങ് കാർ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കേട്ടിട്ടുണ്ടായി. ഈ കൊല്ലം ഞങ്ങൾ അതുകൊണ്ട് കയറിയില്ല. പിന്നെ നമ്മുടെ താലപ്പൊലിക്കാവിലെ മെയിൻ ഒരു അട്രാക്ഷനാണ് കരിമ്പ് എന്തായാലും അവിടുത്തെ മെയിനാണ്. പിന്നെ മരണക്കിണറിൽ ഞാൻ പണ്ട് കയറിയിട്ടുണ്ട്. ഇത്തവണ ഞങ്ങൾ അതിൽ കയറിയില്ല, എനിക്ക് പേടിയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങൾ തിരിച്ചു പോരാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു വ്ളോഗായിരുന്നു. ഇനി നമ്മുടെ ഉത്സവങ്ങളിലേക്ക് വ്ളോഗായിട്ട് ഞാൻ വേഗം വരുന്നേക്കും. ബൈ.